ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാനൊരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റായ ശേഷം ഞാൻ രണ്ട് വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുമ്പ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് ക്യാരറ്റ് പുഴുങ്ങിയിട്ട് അരച്ചതാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ക്യാരറ്റിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇത് മറ്റൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഒരു 3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പാൽ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 7 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കലക്കി വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലല്ലേ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ഒരു ടിന്ന്, അതായത് ഒരു ടിന്ന് വേണ്ട ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ക്യാരറ്റിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് വിളയിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ലൈക്ക് ചെയ്യാതെ ഇത് കണ്ടിട്ട് പോകുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനി ഇതിലേക്ക് കലക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബദാം അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂണ്. ഇനി അത് മാറ്റി നമുക്കൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബായ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ അടുത്തുള്ള എന്ത് നട്സാണ് ഉണ്ടെങ്കിലും അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.